ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2 നല്ല അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. വലിയ എഴച്ചിലൊന്നുമില്ല, ഇപ്പം നല്ല രീതിയിലാണ് സാന്ത്വനം 2 പോകുന്നത്. അപ്പം നമുക്ക് നാളെ വരാനിരിക്കുന്ന ആ ഒരു പ്രൊമോ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ മിത്രയുടെ വായിൽ നിന്നും അലോകിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ആര്യൻ്റെ മുമ്പിൽ ഇങ്ങനെ വിളമ്പേണ്. മിത്ര ഓർത്തില്ല ആര്യന് അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ല. എന്നിട്ട് നമ്മുടെ ആര്യൻ ചോദിച്ചു, അല്ല അലോകിൻ്റെ ഇത്രയും വിശേഷങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞത്? നീ അലോകിനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ മിത്രയ്ക്ക് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? എന്തായാലും ജയിലിൽ പോയി അലോകിനെ കണ്ട കാര്യം മിത്രയ്ക്ക് പറയേണ്ടി തന്നെ വരണം കേട്ടോ. അതോടുകൂടി ആര്യന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. എന്നിട്ട് മിത്ര പറയുന്നുണ്ട്, ആര്യൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതുവരെ നമ്മുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഞാൻ ആര്യനോട് ചോദിക്കേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ ഏട്ടനെ ഒന്ന് കാണണമെന്ന് തോന്നി ആര്യ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. പക്ഷേ ആര്യൻ അതൊട്ടും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരത് ഇതും പറഞ്ഞിട്ട് വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ കേസുകൾ പറഞ്ഞു കേട്ടോ. പക്ഷേ മിത്ര നമ്മുടെ മീനാക്ഷിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യൻ എന്നാലും ഒട്ടും സഹിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് എൻ്റെ അനുജത്തിയുടെ ജീവിതം ഇത്രയും കളിച്ച് ഇതാക്കിയവന് വേണ്ടിയിട്ട് വീണ്ടും എന്തെല്ലാം ക്രൂരതകളാണ് അലോക് ചെയ്തിരിക്കണത്. എൻ്റെ അനിയത്തിയുടെ ജീവിതം കളഞ്ഞു, എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്, പിന്നെ അത് മാത്രമോ ദേവിയേട്ടത്തിയുടെ കുഞ്ഞിനെ കൊന്നത്, ഇതെല്ലാം അലോകാണ്. എന്നിട്ട് എങ്ങനെ എത്ര കൂടപ്പിറപ്പായിക്കോട്ടെ എങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നു നിനക്കെന്നൊക്കെ ആര്യൻ നമ്മളെ മിത്രയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ പാവം മിത്രയ്ക്ക് എത്ര ദുഷ്ടനാണെങ്കിലും കൂടപ്പിറപ്പെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചോരയല്ലേ, നമ്മുടെ ആ ഒരിത് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി മിത്രയ്ക്ക്. അതിനുശേഷം നമ്മുടെ ആര്യം മീനാക്ഷിയെ പോയി കാണേണ്. എന്നിട്ട് ആര്യം പറഞ്ഞു, ഏട്ടത്തി മിത്ര എൻ്റെ അടുത്ത് പറയാണ്ടാണ് ഇന്ന് അലോകിനെ കാണാനായിട്ട് പോയത്. എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് അവൾ അങ്ങനെ ചിന്തിക്കുന്നു? ഇത്രയും ദുഷ്ടത്തരം ചെയ്ത അലോകിനെ എങ്ങനെ അവൾക്ക് ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും മുഖത്ത് നോക്കാൻ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ആര്യം പറയണം. അപ്പോഴത്തേക്ക് നമ്മുടെ മീനാക്ഷി പറഞ്ഞു, എടാ ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ പോയിട്ട് വന്നതിന് ശേഷം അവൾ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത്, നീ പോയതും കണ്ടതും ഒന്നും ശരിയായ ഒരു കാര്യമല്ല മിത്രേ. നീ അങ്ങനെ കൂടപ്പിറപ്പാണ്, നിനക്ക് വിഷമം ഉണ്ടാകും, പക്ഷേ നീ അവനെ പോയി കണ്ട് ആക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് ഞാനും പറഞ്ഞു ആര്യ എന്ന് പറയണേ. അപ്പോൾ എന്തായാലും മീനുവും പറയുന്നുണ്ട്, എന്തായാലും മിത്രയ്ക്ക് കുറച്ച് മാറ്റങ്ങൾ മനസ്സിലൊക്കെ വരുന്നുണ്ട്. ചിലപ്പം കൂടപ്പിറപ്പിൻ്റേതായിട്ടുള്ള ഒരു ഇതായിരിക്കാം എന്ന രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അച്യുതനും രാജശ്രീയും ഒരേ ഇതിൽ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ അനന്തനെയും നന്ദിതയും വെച്ചിട്ട് പറയണേ, ഇനി ഒന്നും നോക്കാനില്ല, 18-ാം തീയതി വരെ നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യണു? നമ്മുടെ അലോകിൻ്റെ കേസ് നടന്നോട്ടെ. പക്ഷേ മിത്രേ ദേവമംഗലത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിന് ഇനി ഒരു മാറ്റവും ഇല്ല എന്ന് രാജശ്രീക്കാണ് ഏറ്റവും ഇത്. അച്യുതന് അതിനോടൊപ്പം തന്നെ പറയണേ. അപ്പോൾ ഇതൊക്കെ ഇവർ രണ്ടുപേരും കേട്ടുകൊണ്ടിരുന്നെങ്കിലും നമുക്ക് നോക്കാം, എന്തായാലും അലോകിനെ ഒന്ന് പുറത്തിറക്കട്ടെ. എന്തിനു നോക്കണു? അലോകിൻ്റെ കേസ് നോക്കേണ്ട കാര്യമില്ല അനന്തേട്ടാന്ന് രാജശ്രീ കടുപ്പിച്ച് പറയണം കേട്ടോ. നമ്മുടെ മിത്ര അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വേദനകളും നിങ്ങൾക്കറിയോ? ഞാൻ ഇന്നലെ കൂടെ കേട്ടതാണ്, ആര്യനും മിത്രയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മളെ മോളെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന ശേഷം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്നിങ്ങനെ രാജശ്രീ പറയണം കേട്ടോ. നിങ്ങൾക്ക് വയ്യെങ്കിൽ പറയാം, ഞാനും അച്ചേട്ടനും കൂടെ പോയി വിളിച്ചോളാന്ന് രാജശ്രീ പറയണം. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ അവർ റൂമിൽ പോവുകയാണ് കേട്ടോ, നന്ദിതയും അനന്തനും. അങ്ങനെ അവരവിടെ റൂമിൽ പോയി നിൽക്കുമ്പോൾ നന്ദിത പറയുന്നുണ്ട്, അനന്തേട്ടൻ എന്താ പറ്റിയത്? എൻ്റെ മോൾ അവിടെ സുഖമായിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മളുടെ മോളുടെ ജീവൻ രക്ഷിച്ച ആര്യനെ നമ്മൾ നന്ദി പറയുകയല്ലേ ഏട്ടാ ആനന്ദേട്ട വേണ്ടത്, അല്ലാണ്ട് അവനെ ഉപേക്ഷിച്ചിട്ട് അവളെ ഇങ്ങ് കൊണ്ടുവരികയാണോ ചെയ്യേണ്ടത്? നമ്മുടെ മോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധുവും നല്ലൊരു പയ്യനും തന്നെയാണ് ആര്യൻ. അത് ഇനി കളയാനാണോ അനന്തേട്ടൻ പറയുന്നത്? അപ്പോൾ അനന്തം പറഞ്ഞു, ഒരിക്കലും ഇല്ല, എനിക്കും അങ്ങനെ തന്നെ. ഇവർക്ക് പിന്നെ അലോകിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് വാശി കാണിക്കാൻ വേണ്ടിയിട്ട്, ദേവമംഗലക്കാരോടുള്ള ആ ഒരു വാശി കാണിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ അനന്തനും നന്ദിതയും ഇഷ്ടമല്ല. പക്ഷേ ഇവർ ഈ റൂമിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രാജശ്രീ വെളിയിൽ നിന്ന് കേൾക്കാൻ കേട്ടോ. ഇത് കേട്ട പാടെ തന്നെ രാജശ്രീ നേരെ നമ്മുടെ നമ്മുടെ അച്യുതൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണേ. അതായത് ആനന്ദേട്ടനും നന്ദിതേട്ടത്തി നമ്മൾ വിചാരിച്ച കണക്കല്ല അച്ചുവേട്ടാ, അവർ പറയണത്
ആര്യനെ കൂടെ പിന്നെ ഈ വീട്ടിലോ കൃഷ്ണമംഗലത്തോട്ട് അംഗീകരിച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ പറയണേന്ന്. അങ്ങനെ ഒടുവിൽ രാജശ്രീ അത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. രാജശ്രീ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ. അവസാനം അച്യുതനും നന്ദിതയ്ക്കും നമ്മുടെ മിത്രയെ വിളിക്കാൻ പോവേണ്ടി തന്നെ വരെയാണ്. അങ്ങനെ അച്യുതനും രാജശ്രീയും നമ്മുടെ നന്ദിത ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് വിളിക്കാന്നുള്ള പരിപാടിയിലൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെങ്കിലും അച്യുതനും നമ്മുടെ നന്ദിനിയൊന്നും ഈ മിത്രേനെ കൊണ്ടുവരുന്നതിനോട് പറഞ്ഞുവെങ്കിലും അതിനോട് അധികം ഒരു ഇൻട്രസ്റ്റ് കാണിക്കാണ്ട് തന്നെ നിന്ന്. കാരണം മോളുടെ നല്ലൊരു ഭാവി കളയണോ എന്നുള്ള രീതിയിൽ. അപ്പം രാജശ്രീ എന്ത് ചെയ്തു, എത്രയും പെട്ടെന്ന് മിത്രേനെ ഒന്ന് വിളിക്കണം. മിത്രയെ വിളിച്ചിട്ട് ഞാനും അവളും തമ്മിലൊന്ന് സംസാരിച്ചാൽ എൻ്റെ മോനെ പുറത്തിറക്കാനുള്ള വഴികൾ എന്തെങ്കിലും നോക്കാമെന്ന് പറയണം. അങ്ങനെ നമ്മുടെ രാജശ്രീ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മിത്രയുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറയും, മോളെ അപ്പച്ചിയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ അമ്പലത്തിലോട്ടൊന്ന് വരാമോ, എനിക്ക് നിന്നെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഇങ്ങനെ പറയണം. അത് കേട്ട പാടി തന്നെ നമ്മുടെ മിത്ര വേഗം അമ്പലത്തിലോട്ടൊക്കെ വരെയാണ്. അങ്ങനെ അമ്പലത്തിലെത്തിയ മിത്രയോട് രാജശ്രീ കാര്യങ്ങളെല്ലാം പറയണ്. അതായത് നിൻ്റെ ഏട്ടനെ കുറിച്ച് നിനക്കറിയാലോ, അവൻ്റെ അവസ്ഥ നീ കണ്ടല്ലേ, നീ കണ്ട് മനസ്സിലാക്കിയല്ലേ മോളെ, നിന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നവനാണ്. ഈ കേസിൽ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നീ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ട പറ്റി പറയുക എന്നൊക്കെ പറഞ്ഞ് മിത്ര സങ്കടപ്പെടുകയാണ്. അതായത് നീ വേറൊന്നും വേണ്ട, നീ ദേവമംഗലത്തിന് മംഗലത്ത് നിന്നും ആര്യനെ ഉപേക്ഷിച്ച് കൃഷ്ണമംഗലത്തേക്ക് വരാൻ പറയും. കൃഷ്ണമംഗലത്തേക്കോ, ആര്യനെ ഉപേക്ഷിച്ചോ, എന്തൊക്കെയാണ് ഈ പറയണേ? ആര്യനെ ഉപേക്ഷിക്കേണ്ട കാര്യം എന്താ, എൻ്റെ ജീവിതം കളയാനാണോ അങ്ങനെ അപ്പച്ചി പറയണേന്ന് രാജശ്രീയോട് മിത്ര ചോദിക്കുകയാണ്. അപ്പം മിത്ര പറഞ്ഞു, മോളെ ആര്യനെ ഉപേക്ഷിച്ച് വരാനല്ല, നീ കുറച്ച് ദിവസത്തേക്ക് കൃഷ്ണമംഗലത്തേക്ക് നിൽക്കണു എന്ന് പറഞ്ഞിട്ട് നീ വരിക. വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് അനുശ്രീനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും. കാരണം അനുവിൻ്റെ അടുത്ത് നിനക്ക് പറയാമല്ലോ, എൻ്റെ ജീവിതം നിൻ്റെ ജീവിതം നീ തീരുമാനിക്കുന്നു, അതുപോലെ ഞാനും എൻ്റെ ജീവിതം തീരുമാനിക്കുക. അലോകിനെ ഇങ്ങനെ ജയിലിലിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ആര്യനൊത്ത് ജീവിക്കുന്നത്? അപ്പോൾ സ്വന്തം ഏട്ടന് വേണ്ടിയിട്ട് അനു മനസ്സു മാറ്റി കോടതിയിൽ അലോകിന് ദോഷം വരുന്ന രീതിയിലൊന്നും അവൾ പറയില്ല. അപ്പോൾ ഈ ബുദ്ധിയൊക്കെ നമ്മുടെ രാജശ്രീ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് മിത്രയ്ക്ക് ഒരു വലിയ കുഴപ്പമില്ല. ആര്യനെ ഉപേക്ഷിക്കുന്ന കാര്യമൊന്നും മിത്രയ്ക്ക് പറ്റുന്ന കാര്യമല്ല. കാരണം വെച്ചാൽ മിത്രയ്ക്ക് ജീവനാണ് ആര്യൻ എന്ന് പറഞ്ഞാൽ, ആര്യനും അതുപോലെ തന്നെ. അങ്ങനെ മിത്ര നമ്മുടെ രാജശ്രീ പറഞ്ഞതനുസരിച്ചിട്ട് കൃഷ്ണമംഗലത്തേക്ക് വരാനുള്ള കാര്യങ്ങളും പ്ലാനുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അനുവിനെ പോയി കാണുകയാണ്. കേസിൻ്റെ ഡേറ്റിംഗ് എത്താറായി വിചാരണയുടെ. അപ്പം അനുവിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, അതായത് ഞാൻ കൃഷ്ണമംഗലത്തേക്ക് പോവുകയാണ്, എൻ്റെ അലോകേട്ടൻ ഇനി പുറത്തിറങ്ങിയാൽ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു സമാധാനമുള്ളൂ, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ആര്യനോടൊത്ത് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് അനുവിനോട് പറയുന്നത്. പക്ഷേ ഇത് മറ്റാരും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ അനുവിന് പെട്ടെന്ന് എന്ത് തീരുമാനം എടുക്കണം, താൻ കാരണം ഇനി തൻ്റെ ഏട്ടൻ്റെ ജീവിതവും കൂടെ പോവുമോ, ഏട്ടത്തീന മിത്ര എന്നെ ഇനിയിപ്പോൾ കൃഷ്ണമംഗലത്ത് നിന്ന് വിടില്ല എന്നുള്ള രീതിയിലാണ് മിത്ര സംസാരിച്ചത്. അതായത് അമ്മയും അച്ഛനും അപ്പച്ചിയും അവരൊക്കെ ചേർന്ന് ഒരു തീരുമാനം എടുത്തേക്കുന്നതാണ്, അലോക് ഇനി പുറത്തിറങ്ങിയ ശേഷം മിത്ര വീട്ടിലോട്ട് ദേവമംഗലത്തോട്ട് പോയാൽ മതി എന്നൊക്കെ ഉള്ളൊരു തീരുമാനമാണ് എടുത്തേക്കുന്നത് എന്നൊക്കെ അനുവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് മിത്ര. അങ്ങനെ മിത്ര കൃഷ്ണമംഗലത്തേക്ക് വരെയാണ് കേട്ടോ. പക്ഷേ മിത്ര കൃഷ്ണമംഗലത്ത് പോയെന്ന് കരുതി ഒരു ചുക്കും സംഭവിക്കാൻ പോകില്ല. ആരും രണ്ടും കൽപ്പിച്ചില്ല. കാരണം തൻ്റെ അനുജത്തിയുടെ ജീവിതം ഈ മാതിരി വെല്ലുവിളിച്ച് അവൻ ഇത്രയും ആക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മിത്ര അവിടെ പോയി നിന്നതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും വരാൻ പോണില്ല. മിത്ര ആരും വിട്ടുകൊടുക്കാനേ പോണില്ല. പക്ഷേ മിത്രയ്ക്ക് അടിയായി പോകട്ടോ. മിത്ര ഇങ്ങനെ തീരുമാനം എടുത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ മിത്രയുടെ വിചാരം എന്തായിരുന്നു, ആര്യനൊക്കെ ഇങ്ങനെ തിരക്കി പിടിച്ചൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അനു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് തന്നെ കോടതിയിൽ പറയും. അപ്പോൾ അലോകിന് പുറത്തിറങ്ങാം എന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷെ അതെല്ലാം പാളിപ്പോവാണ് കേട്ടോ. അലോക് ഇനി ജയിലിൽ ഇറങ്ങില്ല. കാരണം മീനാക്ഷി ആര്യനെ തീരുമാനിക്കുന്നുണ്ട്. കാരണം മിത്ര ഇപ്പം ഈ ഒരു ബുദ്ധി കാണിച്ച് ഇങ്ങനെ ആരോ ഉപദേശം കേട്ടിട്ടാണ് മിത്ര ഇത് ചെയ്തത്. പക്ഷെ അത് കണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അനുവിൻ്റെ ശക്തമായ മൊഴി ഉണ്ടെങ്കിൽ ആര്യൻ 7-8 വർഷം ഇനി ജയിലിൽ കിടക്കും. അത് ഉറപ്പായ കാര്യമാണ്. നിൻ്റെ ഇപ്പോഴത്തെ ജീവിതം ഇത് ഓർത്തൊന്നും നീ സങ്കടപ്പെടേണ്ട കാര്യമാണ് മീനാക്ഷിയും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു,
എന്ത് സംഭവിച്ചാലും അലോകിനെ പുറത്തിറക്കാൻ ഞാൻ സമ്മതിക്കില്ല. അനു അതിനു വേണ്ടി ശ്രമിക്കാനും നിൽക്കണ്ട എന്ന രീതിയിൽ തന്നെ ആര്യൻ വാശിയാണ് കേട്ടോ. ആര്യന് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആര്യന് അനു എന്ന് വെച്ചാൽ ജീവനാണ്. അനുവിൻ്റെ ജീവിതം ഇമാതിരി ആക്കിയ അലോകിനെ പുറത്ത്, അഥവാ ഇനി അവൻ ജയിലിൽ നിന്ന് പുറത്ത് വന്നാൽ താൻ അവനെ കൊല്ലൂ എന്ന രീതിയിലാണ് ആര്യൻ നിൽക്കുന്നത്. അങ്ങനെ കൃഷ്ണമംഗലക്കാരുടെ പദ്ധതിയൊന്നും നമ്മുടെ ദേവമംഗലക്കാരോട് ആവാൻ പോണില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ അച്യുതനും ബാലനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗോമതി മിത്രയുടെ കാര്യത്തിന് വേണ്ടി അവരുടെ അടുത്ത് കുറേ ഫയർ ചെയ്യുന്നുണ്ട്. അതായത് എന്തിനാണ് അവളെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോണത്, അവളും ആര്യനും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്, അവർ നല്ല സ്നേഹത്തിലാണ്, അവർ നല്ല കുടുംബമായിട്ട് നല്ല ഇതായിട്ട് ജീവിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ ആക്കുന്നതെന്നുള്ള രീതിയിൽ ഗോമതി അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്, അനന്തൻ്റെ അടുത്തും നന്ദിനിയുടെ അടുത്തും. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരിക്കലും ആര്യനെ ഉപേക്ഷിച്ച് വരാനല്ല, അവർ ഉപേക്ഷിച്ചു എന്നല്ല പറയുന്നത്, കുറച്ച് ദിവസത്തേക്ക് അവൾ നമ്മുടെ വീട്ടിൽ നിന്നോട്ടെ, മോളല്ലേ, ഞങ്ങളുടെ മോളല്ലേ, അവൾ വന്ന് ഈ കുടുംബത്തിൽ നിന്നോട്ടെ എന്ന രീതിയിലൊക്കെ പറയുന്നു. പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ട് നമ്മുടെ ഇന്ദിരാമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമമാവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ 2 കുടുംബങ്ങൾ തൻ്റെ സ്വന്തം മക്കളാണ്, ഈ 2 കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പൊരുപ്പാടിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ദിരാമ്മയുടെ സങ്കടം. ഇതിൻ്റെ ഇടയിൽ അച്യുതൻ ബാലനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ഗോമതി സ്റ്റോറിൻ്റെ മുമ്പിൽ അച്യുതൻ ധർമ്മന് വേണ്ടിയിട്ട് അച്യുതൻ ഒരു ഷോപ്പിംഗ് മാള്, ഒരു പലചരക്ക് പോലെയുള്ള എല്ലാം സ്റ്റേഷനറിയും ബേക്കറിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ഒരു ഷോപ്പിംഗ് മാൾ പോലെ തന്നെ ഒരു കട സ്റ്റാർട്ട് ചെയ്യണം. കാരണം അത് ബാലനെ വെല്ലുവിളിക്കാൻ വേണ്ടി തന്നെയാണ്. അതും അലോക് ഇറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പണി തീർത്ത് കയറുകയും വേണം. അപ്പോൾ ആ ഒരു വെല്ലുവിളിയാണ് അച്യുതൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഇടങ്ങേറ കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവമംഗലക്കാരും കൃഷ്ണമംഗലക്കാരും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം ഇത് ഭയങ്കര രീതിയിൽ തന്നെയാണ് പോണത് കേട്ടോ. പക്ഷെ അലോക് ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു സ്വഭാവമായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ. നമ്മുടെ സാന്ത്വനം ഇനി ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്, ഇനി അനുശ്രീ എന്ത് തീരുമാനമാണ് അടുത്ത വിചാരണയ്ക്കായിട്ട് കോടതിയിൽ പോകുമ്പോൾ എടുക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ആ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കേട്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഇനി രാത്രി നമ്മൾ കറക്റ്റ് 9:30-ക്കുള്ളിൽ തന്നെ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലും ഈ ചാനലിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ടും ഞാനിവിടെ സാന്ത്വനം 2ൻ്റെ നാളത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.